ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയോടും എനിക്കൊരു വിരോധമില്ല, ഒരു കൂറുമില്ല. പക്ഷെ നമ്മുടെ നാട്ടിലെ ഭരണാധികാരി എന്താണ് ഈ ചെയ്യുന്നത്? ഒരു MLA മന്ത്രി ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വാർഡ് മെമ്പർ MLA ആയിക്കഴിഞ്ഞാൽ നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുകയും റോഡിൽ ട്രാഫിക് ഉണ്ടാക്കുകയും 10 പേരാണ് അകമ്പടിയോടെ പോണത്. എന്തിനാണ് ഇത്രയും പൈസ മുടക്കുന്നത്? എന്തിനാണ് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നത്? നിങ്ങൾക്ക് ഞാൻ ഒരു വീഡിയോ കൂടി കാണിച്ചു തരാം. നിങ്ങൾ ഈ കാണുന്നത് ദുബായിയുടെ ഭരണാധികാരിയായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ വന്നതാണ്. പരിവാരങ്ങളില്ല, 10 വണ്ടികളില്ല, ഒരു നയാ പൈസ കാശ് മുടക്കണില്ല, പുറം രാജ്യങ്ങളിൽ നിന്ന് വന്നവരെയും ബുദ്ധിമുട്ടിക്കണില്ല. എന്ത് സിമ്പിൾ ആയിട്ടാണ് അവർ നാട്ടുകാരായിട്ട് ഇടപഴകുന്നത്. ഇദ്ദേഹം മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ മകനിൽ നിന്നും നമ്മൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഒരു രാജ്യത്തിൻ്റെ പദവി അത് എങ്ങനെ വിനിയോഗിക്കണം എന്ന് മറ്റുള്ളവർ ഇദ്ദേഹത്തിൻ്റെ മകനെയും കണ്ടു പഠിക്കണം. ഇവരൊരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയല്ല, ദുബായിയുടെ ഭരണാധികാരിയാണ്. ഇതുകൊണ്ടാണ് ഇന്ത്യയും കേരളവും ഇന്ന് അതേ സ്ഥാനത്ത് നിൽക്കുന്നതും. വെറും 30 വർഷം കൊണ്ട് ദുബായ് എന്ന് പറയുന്ന ഒരു ചെറിയ നഗരം ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ ഒരു ബ്രാൻഡായിട്ട് നിൽക്കും.